ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചനധ്യാനം ക്ലാസ് 58. ശ്ലീഹന്മാരുടെ നടപടി പുസ്തകം 3-ാമത്തെ അധ്യായം 21-22 വചനങ്ങൾ. ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതെല്ലാം യഥാസ്ഥാനത്താകുന്ന സമയങ്ങൾ വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. മോശെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ഇതിൽ തൊട്ട് മുമ്പത്തെ വചനത്തിൽ 3:20 ശ്ലീഹന്മാർ നടപടി 3:20 കാലങ്ങൾ എന്ന വാക്ക് നമ്മൾ കണ്ടിരുന്നു. ഗ്രീക്കിൽ ബഹുവചനമായ കൈറോയ് എന്നാണ് ഉപയോഗിച്ചത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. യേശുവിൻ്റെ ഭൗമിക ശുശ്രൂഷയുടെ കാലയളവിനെയാണ് സമാശ്വാസത്തിൻ്റെ കാലങ്ങൾ എന്ന് ബഹുവചനത്തിൽ ഉപയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ സമയങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. കാലങ്ങൾ എന്നാണ് 3:20 കൈറോയ്. ഇവിടെ സമയങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു 3:21. ബഹുവചനത്തിൽ ക്രോണോയ് എന്നാണ്. ക്രോണോളജി എന്നൊക്കെ പറയില്ലേ, ക്രോണിക്കൽസ് എന്ന് പറയില്ലേ, ക്രോണോയ് എന്ന വാക്കാണ്. എല്ലാം യഥാസ്ഥാനത്താകുന്ന സമയങ്ങൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ടൈംസ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, ഓരോന്നും അതിൻ്റെ യഥാസ്ഥാനത്താകുന്ന സമയങ്ങൾ, ക്രോണോയ്. മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വീണ്ടെടുക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വീണ്ടെടുക്കുന്ന, അതാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയണേ. യഥാസ്ഥാനത്താക്കുന്ന, മുൻപുണ്ടായിരുന്ന സ്ഥാനത്ത് യഥാസ്ഥാനത്താക്കുന്നു. അപ്പൊ സ്ഥാനം മാറി നിൽക്കുകയാണ്, ആ യഥാസ്ഥാനത്താക്കുന്നു. ആ സമയങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വീണ്ടെടുപ്പിന്റെ സമയങ്ങൾ. പുനഃസ്ഥാപനത്തിന്റെ സമയം എന്നും അതിനെ സമയങ്ങൾ എന്നും അതിനൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. ടൈംസ് ഓഫ് റെസ്റ്റോറേഷൻ, വീണ്ടെടുപ്പിന്റെ, അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ പുനഃസ്ഥാപനത്തിന്റെ സമയങ്ങൾ. പാപം ഭരണം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന കൃപയുടെ സമയങ്ങളിലേക്കാണ് പത്രോസ് കൈചൂണ്ടുന്നത്. പശ്ചാത്തപിച്ച് മാമോദിസ സ്വീകരിക്കുമ്പോൾ അവർ പാപത്തിന്റെ ഭാരമേറിയ നുകം വലിച്ചെറിഞ്ഞ് കൃപയുടെ ലഘുവായ നുകം സ്വീകരിക്കുകയാണ്. മത്തായി 11:29 കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നുകം ലഘുവാണ്. ഈ പാപം ചെയ്യുമ്പോൾ പിശാച് നമ്മളും ഒരൊറ്റ നുഖത്തിന് കീഴില്ല, ഭയങ്കര ഹെവിയാണത്. നമുക്കറിയാം. ഒന്ന് കുമ്പസാരിച്ച് കഴിയുമ്പോൾ എന്തൊരു ലൈറ്റാണ് നമ്മൾ, എന്തൊരു ലഘുവായി തീരുവാണ് നമ്മൾ. നമ്മുടെ പാപഭാരം മുഴുവൻ ഇറക്കി വെച്ചതുപോലെയാണ്. ഇറക്കി വെക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ മരണം, ഉത്ഥാനം എന്നീ യുഗാന്ത സംഭവങ്ങളിലൂടെ ഒരു കാര്യം ദൈവം വിളംബരം ചെയ്തിരിക്കുകയാണ്. പാപമല്ല, കൃപയാണ് പുതിയ മനുഷ്യവംശത്തെ ഭരിക്കുന്നത്. പാപം ചെയ്യാൻ ഇടയായാൽ ഉടനെ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിന്റെ കൂദാശയായ കുമ്പസാരത്തെ സമീപിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപയുടെ കീഴിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. കൃപയുടെ നുഖത്തിന് കീഴിൽ കൃപ നമ്മെ ഭരിക്കാൻ നാം അനുവദിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഓരോ നിമിഷത്തിലും ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുകയാണ്. യോഹന്നാൻ 12:32. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. അത് നിത്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിൽ സമീപിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ കുമ്പസാരത്തിൽ ചെയ്യുന്നത് ഈ കൃപയുടെ നുകം എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ നുകം എടുത്തു കളയുക മാത്രമല്ല, കൃപയുടെ നുകം എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ ആദാമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക്, വരപ്രസാദത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ ജനിപ്പിക്കപ്പെടുകയാണ്. ഇതാണ് യഥാസ്ഥാനത്താക്കുന്നത് പറയണേ. യഥാസ്ഥാനത്ത് പാപം ഭരണം തുടങ്ങുന്നതിന് മുമ്പുള്ള വരപ്രസാദത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എടുത്തു വെക്കുകയാണ് നമ്മൾ ഈ കുമ്പസാരം എന്ന കൂദാശയെ സമീപിക്കുമ്പോൾ. അപ്പൊ ക്രിസ്തു നേടിയ രക്ഷയുടെ ആ കൃപയുടെ നുഖത്തിന് കീഴിൽ നമ്മൾ ആകുന്നത്, കൃപയുടെ കീഴിലാണ് നമ്മൾ. എപ്പോഴെങ്കിലും നമ്മളെ കൃപയുടെ നുഖത്തിന് കീഴിൽ വഴുതിപ്പോയാൽ തിരിച്ചു വരാനുള്ള മാർഗമാണ് കർത്താവ് സംവിധാനം ചെയ്തിരിക്കുന്ന സഭയിൽ. അതിന് ഇങ്ങനെ ചെയ്യാനായിട്ട്, ക്രിസ്തു ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു കാരണം പത്രോസ് ചൂണ്ടിക്കാണിക്കുന്നത്, മോശ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ഇത് നിയമാവർത്തന പുസ്തകത്തിൽ മോശ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്കറിയാം മോശയെക്കുറിച്ച് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശയാണ്. മോശയേക്കാൾ വലിയൊരു പ്രവാചകനില്ല. സംഖ്യയുടെ പുസ്തകത്തിൽ അഹറോനും മിറിയാമും മോശയ്ക്കെതിരെയൊക്കെ
പിറുപിറുത്ത് കഴിയുമ്പോൾ ദൈവം മോശയോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാൻ ദർശനത്തിലോ സ്വപ്നത്തിലോ ഒക്കെ അവനോട് സംസാരിക്കും. എന്നാൽ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മോശ എൻ്റെ മുഖം കാണുന്നു. അവന് ദൈവഭവനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ മോശ എന്നാണ് പറയണേ. എൻ്റെ ദാസനായ മോശ അങ്ങനെയല്ല. അവന് ഭവനത്തിൻ്റെ മുഴുവൻ കാര്യം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ എൻ്റെ മുഖത്തോട് മുഖം കാണുന്നു. അവനോട് ഞാൻ സംസാരിക്കുന്നത് സ്വപ്നങ്ങളിലൂടെയോ ദർശനങ്ങളിലൂടെയല്ല, മുഖത്തോട് മുഖമാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനേക്കാളും നന്നായിട്ട് പ്രവാചകത്വത്തെ അവതരിപ്പിച്ചിട്ടില്ല. അതായത് മോശയേക്കാൾ വലിയൊരു പ്രവാചകനില്ല. എങ്കിൽ പോലും മുഖത്തോട് മുഖം സംസാരിച്ചവനാണ് എന്നൊക്കെ അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ടെങ്കിലും മോശയെപ്പോലെ ഒരു പ്രവാചകൻ പിന്നീട് ഒരിക്കലും ഉണ്ടായില്ല എന്ന് നിയമാവർത്തന പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ 34:10 പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എവിടെയാണ് എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് തരും നിങ്ങളുടെ ഇടയിൽ? എന്നെപ്പോലെ ഒരു പ്രവാചകൻ. പക്ഷേ ദൈവത്തോട് മുഖത്തോട് മുഖം സംസാരിച്ചെന്ന് പറഞ്ഞാലും ശരിക്കും മുഖത്തോട് മുഖം സംസാരിച്ചോ? ഇല്ല. ദൈവത്തിൻ്റെ പുറകുവശ കണ്ടത്. അതായത് ദൈവത്തെ ഇത്രമാത്രം അടുത്ത് കണ്ടിരിക്കുന്ന ഒരാൾ മോശയെ പോലെ വേറെ ആരുമില്ല. എങ്കിൽ പോലും ദൈവത്തിൻ്റെ മുഖം കണ്ടിട്ടില്ല, പുറകുവശം കണ്ടിട്ടുള്ളൂ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33 അധ്യായം 20 തൊട്ട് 23 വരെ വചനങ്ങൾ പറയുന്നുണ്ട്. കർത്താവിൻ്റെ പുറകുവശം കണ്ടുള്ളൂ. ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്നവനാണ്, അവനെപ്പോലെ ഒരു പ്രവാചകൻ ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അല്ലേ, കർത്താവുമായിട്ട് അഭിമുഖമായി അറിയുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിയമാവർത്തനം 34:12, സംഖ്യ 12:8 ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ പുറകുവശേ കണ്ടുള്ളൂ മോശ. എന്ന് വെച്ചാൽ മോശയെ പോലെ ദൈവത്തെ അടുത്തറിഞ്ഞവരാരുമില്ല പഴയ നിയമത്തിൽ. പക്ഷേ എന്നാൽ പോലും ദൈവത്തെ മുഴുവനായിട്ട് വെളിപ്പെടുത്താനുള്ള അറിവ് അവനുണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ഒരു പുറകുവശം കാണുമെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊക്കെ അറിയാമായിരുന്നു. പക്ഷെ എങ്കിലും ദൈവത്തെ ശരിക്കും ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ അറിഞ്ഞിട്ടുള്ളവനല്ല മോശെ. അപ്പോൾ എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഉയർന്നവനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നെക്കാളും ഉയർന്നവനെ, അതായത് ദൈവത്തിൻ്റെ മുഖം നേരിട്ട് കണ്ടവനെ. അങ്ങനെയുള്ള ഒരേ ഒരാളേ ഉള്ളൂ. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. യോഹന്നാൻ 1:18 ദൈവം തന്നെയായ പുത്രനാണ്, അവൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ പുത്രനാണ് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയത്. യോഹന്നാൻ 1:18 ദൈവത്തെ വേറെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. മോശം കണ്ടിട്ടില്ല, പുറകോശം കണ്ടിട്ടുള്ളൂ. പക്ഷെ ദൈവം തന്നെയായ പുത്രൻ, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ, അവനാണ് ദൈവത്തെ വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്തിയത്. അതിനേക്കാൾ നന്നായിട്ട് വെളിപ്പെടുത്താൻ കഴിയുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ? ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ. അങ്ങനെയാണ് യോഹന്നാൻ 1:18 ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ. നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തോട് അടുപ്പമുള്ളവൻ, ദൈവത്തോട് ഗാഠബന്ധം പുലർത്തുന്നവനൊക്കെ തർജ്ജമ ചെയ്യാറുണ്ട്. പക്ഷെ ശരിക്കും തർജ്ജമ ചെയ്താൽ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ എന്നാണ് വേണ്ടത്. അങ്ങനെയാണ് ശരിക്കുള്ള തർജ്ജമ. അതിൻ്റെ ഗ്രീക്കിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അതിനേക്കാളും മെച്ചമായ തരത്തിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈശോ വെളിപ്പെടുത്തിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആര് വെളിപ്പെടുത്തിയാലും ഈശോയുടെ വെളിപാടിനോട് തുല്യതയുണ്ടെന്ന് പറയുന്ന ആര് വന്നാലും സ്വീകരിക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. വെളിപാട് ക്രിസ്തുവിനോട് കൂടി തീർന്നു. പൊതുവായ വെളിപാട്, പരസ്യമായ വെളിപാട്, ഇത് സഭയുടെ പ്രബോധനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, കത്തോലിക്ക സഭയുടെ മതബോധനം 67-ാം ഖണ്ഡം ഉപയോഗിച്ചിട്ട് സ്വകാര്യ ദർശനങ്ങൾ പിന്നീട് പലതുണ്ടായിട്ടുണ്ട്. സഭയിലെ മാർപ്പന്മാരെ അധികാരികൾ അംഗീകരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപത്തിന്റെ ഭാഗമല്ല. അത് ലൂർദാകട്ടെ, ഫാത്തിമയാകട്ടെ, മജ്ജിഗോറി ആകട്ടെ, വേളാങ്കണ്ണി ആകട്ടെ, ഏതും അതൊക്കെ സ്വകാര്യ ദർശനങ്ങളാണ്. അതിൻ്റെ പ്രാധാന്യമൊക്കെ ഉണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ വെളിപാടിനോട് തുലനം ചെയ്യാനോ അതിനെ മാറ്റിമറിക്കാനോ സാധ്യമല്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ്, യേശുവിന് ശേഷം ഒരു പ്രവാചകൻ വന്നെന്നും പറഞ്ഞിട്ട് ഇല്ലേ ഒരു മതം തന്നെ ഉണ്ടാക്കി. ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെ ഏകജാതൻ വെളിപ്പെടുത്തുന്നതിനേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമോ? തീർത്തും മനസ്സിലായി അങ്ങോർക്ക്. മാത്രമല്ല യഹൂദ മതത്തിലും ക്രിസ്തു മതത്തിലും കോപ്പി ചെയ്തിട്ട് വെളിപാടെന്നും പറഞ്ഞ് നടക്കുക. എന്തൊരു കഷ്ടമാണ് അതൊക്കെ. ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ നിന്നും യഹൂദന്മാരുടെ ബൈബിളിൽ നിന്നും പിന്നെ അവരുടെ പാരമ്പര്യങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞ പല കാര്യങ്ങൾ എടുത്തിട്ട് അത് ദൈവത്തിന്റെ വെളിപാടാണെന്നും പറഞ്ഞിട്ട് ഒരു പ്രവാചകൻ വന്നിട്ട് ഒരു മതം ഉണ്ടാക്കി വിജയിക്കാതെ വന്നപ്പോൾ യുദ്ധത്തിലൂടെ അത് പ്രചരിപ്പിച്ചു. ക്രിസ്തുവിന് ശേഷം ഒരു വെളിപാടും ഉണ്ടാകാനില്ല, ഒരു പ്രവാചകനും ഉണ്ടാകാനില്ല, ഉണ്ടായിട്ടുമില്ല. അത് ഉണ്ടെന്ന് പറഞ്ഞ് വന്നൊക്കെ നുണയാണ്. അപ്പോൾ
സ്വകാര്യ ദർശനങ്ങൾക്ക് ബൈബിളിൽ വെളിപാടിനോടൊപ്പം തുല്യ പ്രാധാന്യം കൊടുക്കാനായിട്ട് ആരെങ്കിലും തുനിഞ്ഞാൽ, അത് ഏത് വിശുദ്ധന്റെ പേരിലാണെങ്കിലും ഏത് ധ്യാനഗുരു പറഞ്ഞാലും അത് സത്യമല്ല, നുണയാണ്, കെണിയാണ്. ഇത് ഞാൻ ബൈബിളാണ് പറയണേ, ഇത് പത്രോസിന്റെ വാക്കുകളാണ്. പത്രോസ് എന്താ പറഞ്ഞത്? മോശ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. അവൻ നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ഈ വാക്ക് കേൾക്കാതെ, ദൈവമായ കർത്താവിന്റെ വെളിപാട് സ്വീകരിക്കാതെ, അവന്റെ വചനത്തെ തിരസ്കരിക്കുന്ന തരത്തിൽ സ്വകാര്യ ദർശനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയോ യേശുവിന്റെ പ്രവചനത്തെ റദ്ദാക്കുന്ന തരത്തിൽ മറ്റൊരു പ്രവാചകനുണ്ടെന്ന് പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അവർക്ക് രക്ഷ കിട്ടില്ല. ഏത് വലിയ ധ്യാനഗുരുവാണെങ്കിലും, ഏത് പിശാചബാധ ഒഴിപ്പിക്കുന്നവനാണെങ്കിലും അവർ രക്ഷ പ്രാപിക്കില്ല. ഇത് വെളിപാടാണ്, ഇത് മാണിപ്പൻ പ്രച്ചന്റെ വാക്കുകളല്ല. അതിനാൽ ഈ മോശയുടെ ഗ്രന്ഥങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും വാഗ്ദാനം ചെയ്തിരിക്കുന്ന അന്ത്യപ്രവാചകനും മിശിഹാ രാജാവും നസറത്തിലെ യേശുവാണ്. ഇത് പത്രോസ് പ്രസംഗത്തിൽ വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ഇക്കാരണത്താൽ മഹാപ്രവാചകനായ ഈ അന്ത്യപ്രവാചകനായ യേശുവിനെ കേൾക്കുന്നതിലോ അവന്റെ വചനം അനുസരിക്കുന്നതിലോ അവന്റെ വചനത്തെ മാറ്റിമറിക്കുന്ന തരത്തിൽ സ്വകാര്യ ദർശനങ്ങളെ കൊണ്ടുവന്നാലോ, അല്ലെങ്കിൽ ഈ യേശു എന്ന പ്രവാചകനെ അപ്രസക്തമാക്കുന്ന തരത്തിൽ വേറൊരു പ്രവാചകനുണ്ടെന്നും ആ പ്രവാചകൻ ആളുകൾ ഒരു മതം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ യേശുവിനെ നിരാകരിക്കുന്നതിന് തുല്യമാണ്. അവർ രക്ഷ പ്രാപിക്കില്ല. കാരണം ദൈവരാജ്യത്തിലെ സ്വത്തവകാശം അവരില്ലാതാക്കും. ഇതേ പ്രവചനം പത്രോസ് പറയുന്ന അതേ സംഗതി സ്തെഫാനോസും പറയുന്നുണ്ട്. സ്തെഫാനോസ് നടപടിഗ്രന്ഥത്തിലെ 7-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ഇത് ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികളുടെ ദൈവം തന്നെയായ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന മറ്റ് മതസ്ഥർക്കും, ഈ സമാധാന മതക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നില്ല ഒരു പ്രവാചകന്റെ, അവർക്കും ബാധകമായ ഒരു കാര്യമാണ് പത്രോസ് പറയുന്നത്. വെളിപാടിനെ, തിരുവചനത്തെ അവഹേളിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന തരത്തിൽ മറ്റൊരു പ്രവാചകൻ ഉണ്ടെന്ന് അവകാശവാദത്തോടെ വന്നാലും, സ്വകാര്യ ദർശനങ്ങളുണ്ടെന്ന് പറഞ്ഞു വന്നാലും, ആ സ്വകാര്യ ദർശനങ്ങൾ മാർപ്പാപ്പ അംഗീകരിച്ചെന്ന് പറഞ്ഞു വന്നാലും, സഭ അംഗീകരിച്ചെന്ന് പറഞ്ഞു വന്നാലും, തിരുവചനത്തെ മാറ്റിമറിക്കുന്ന തരത്തിലും വെളിപാടിനെ മാറ്റിമറിക്കുന്ന തരത്തിലും ബൈബിളിലെ വെളിപാടിനെ മാറ്റിമറിക്കുന്ന തരത്തിൽ അത് വന്നാൽ അവർക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റില്ല എന്നാണ് കർത്താവ് ഈ പത്രോസ് പറയണേ. അവര് ഈ എല്ലാം യഥാസ്ഥാനത്താക്കുന്ന സമയത്തിലേക്ക് പ്രവേശിക്കില്ല, വീണ്ടെടുപ്പിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കില്ല. ഇത് വളരെ ഗൗരവമായ ഒരു സംഗതിയാണ്. വീണ്ടെടുപ്പ് വേണമെങ്കിൽ, അതായത് പാപം ഭരണം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ, യഥാസ്ഥാനത്ത് ആകണമെങ്കിൽ യേശു എന്ന സത്യപ്രവാചകനും സത്യദൈവവുമായിരിക്കുന്ന അവനെ അംഗീകരിക്കണം. അംഗീകരിച്ചാൽ മാത്രം പോരാ, അവന്റെ വചനത്തെയോ അവന്റെ വെളിപാടിനെയോ അപ്രസക്തമാക്കുന്ന യാതൊന്നും തന്നെ സ്വീകരിക്കാനും പാടില്ല. അത് സഭയ്ക്കുള്ളിലാണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും. ഇത് വളരെ ശക്തമായ സന്ദേശം എല്ലാവരും പ്രചരിപ്പിക്കേണ്ടതുണ്ട്. സ്വകാര്യ ദർശനങ്ങൾക്കും ഈ പ്രൈവറ്റ് കമ്പനികളെ പോലെ നടത്തുന്ന ധ്യാന കേന്ദ്രങ്ങൾക്കും പത്രോസിന്റെ വക താക്കീതും മുന്നറിയിപ്പുമാണിത്. ഇത് തിരുവചനങ്ങളുടെ മുന്നറിയിപ്പാണ്. തിരുവചനത്തെ സൈഡ് ലൈൻ ചെയ്യാനായിട്ട് ഏത് ധ്യാനഗുരു വന്നാലും അവര് യേശുവിന്റെ ധ്യാനഗുരുക്കന്മാരല്ല, യേശുവിന്റെ വചനം പ്രസംഗിക്കുന്നവരല്ല. ആര് വന്നാലും, നിങ്ങൾക്ക് കോടാനുകോടി ആളുകൾ നിങ്ങൾക്ക് പിൻഗാമികൾ ഉണ്ടായാലും അത് ഇതിനോട് ശരിയാകില്ല. സത്യത്തിനെതിരായി പ്രസംഗിച്ചിട്ട് വിജയിക്കില്ല. കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ആളുകളൊക്കെ കിട്ടും, കുറച്ച് പൈസ കിട്ടും. പക്ഷേ കർത്താവിൻ്റെ വചനത്തെ നിരാകരിച്ചിട്ട് രക്ഷ പ്രാപിക്കാമെന്നോ അത് നിലനിൽക്കുമെന്നോ നിങ്ങളാരും വ്യാമോഹിക്കേണ്ട, നടക്കില്ല. ഈ എല്ലാം യഥാസ്ഥാനത്താക്കുന്ന സമയങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, കൃപയുടെ സമയങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഈ കൃപയുടെ നുഖത്തിന് കീഴിൽ എപ്പോഴും ആയിരിക്കുക മാത്രമല്ല, ആ കൃപയെ തിരസ്കരിക്കുകയോ തമസ്കരിക്കുകയോ പാർശ്വവൽക്കരിക്കുകയോ ചെയ്യുന്ന യാതൊന്നിനും കേൾവി കൊടുക്കരുത്, ചെവി കൊടുക്കരുത്. ക്രിസ്തുവിനെ മാത്രമേ കേൾക്കാവൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവനെ കേൾക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് പത്രോസും മോശയുടെ വചനങ്ങൾ എടുത്തിട്ട് പത്രോസ് പറഞ്ഞത്. അവൻ നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ അവന്റെ വാക്കാണ് കേൾക്കേണ്ടത്. ആരുടെ? യേശുവിൻ്റെ. ആ യേശുവിൻ്റെ വചനങ്ങളാണ് സ്ലീഹന്മാരും ശിഷ്യന്മാരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്.
അതിനെ അപ്രസക്തമാക്കുന്ന ഒന്നും തന്നെ നമുക്ക് വേണ്ട. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം. സഭാ നേതൃത്വത്തിനും കഴിയണം, ധ്യാന ഗുരുക്കന്മാർക്കും കഴിയണം. ഈ ഭക്തി വളരെ എളുപ്പമാണ്. ഭക്തി, വിശ്വാസം വെല്ലുവിളിയാണ്. ഭക്തി ഒരുതരം കച്ചവടമാണ്. ഇതാണ് വ്യത്യാസം. ഭക്തിയാണ് എളുപ്പം, കാരണം അവിടെ ഒരു കച്ചവടമുണ്ട്, കൊടുക്കുക വാങ്ങുക, കൊടുക്കുക വാങ്ങുക. വിശ്വാസം അങ്ങനെയല്ല, അതൊരു വെല്ലുവിളിയാണ്. അവിടെ മിക്കപ്പോഴും നമ്മുടെ ജീവനും പ്രാണനുമാണ് കർത്താവ് ചോദിക്കുന്നത്. അത് കൊടുക്കാൻ തയ്യാറുള്ളവർക്കാണ് അവന്റെ വചനത്തിൽ ജീവിക്കാൻ, കൃപയിൽ ജീവിക്കാൻ കഴിയുക. ഭക്തിയുടെ മായാവലയത്തിൽ പെട്ടുപോകാതെ വിശ്വാസത്തിന്റെ വെല്ലുവിളി എടുക്കുന്ന ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീരാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ എല്ലാം യഥാസ്ഥാനത്താക്കുന്ന സമയങ്ങളിലേക്ക് കർത്താവ് തന്നെ കൃപയാൽ നമ്മൾ എടുത്തു വയ്ക്കും. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.